ക്ഷേത്ര ദർശനത്തിലെ ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്നാണ് പ്രദക്ഷിണം. കൈകൾ ഇളക്കാതെ അടിവെച്ച് ദേവന്റെ സ്തോത്രങ്ങൾ ഉച്ചരിച്ച് രൂപം മനസ്സിൽ ധ്യാനിച്ച് പ്രദക്ഷിണം വെക്കണം. ബലിക്കല്ലുകൾക്ക് പുറത്തുകൂടിയാണ് പ്രദക്ഷിണം വെക്കേണ്ടത്. ദേവന്റെ വലതുഭാഗത്തേക്ക് ആദ്യം പോകുന്ന തരത്തിലുള്ള ഒരു വർത്തുള്ള ചലനമാണ് പ്രദക്ഷിണം. പ്രദക്ഷിണം എന്ന വാക്കിന്റെ ഓരോ അക്ഷരത്തിനും പ്രത്യേക അർത്ഥമുണ്ട്. പ്ര എന്ന ശബ്ദം എല്ലാ ഭാഗത്തെയും ദൂരീകരിച്ച് മനസ്സിന് ശാന്തി ഉണ്ടാക്കുന്നു. ദ മോക്ഷം പ്രദാനം ചെയ്യുന്ന ശബ്ദമാണ്. ക്ഷി എന്ന ശബ്ദം ചെയ്തുപോയ സകല പാപങ്ങളെയും രോഗങ്ങളെയും കഴുകിക്കളയുന്നു. ന എല്ലാ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്ന ശബ്ദമാണ്. കുളിച്ച് ഭസ്മധാരണം നടത്തി ശുഭ്രവസ്ത്രമോ വെള്ളത്തിൽ മുക്കിയെടുത്ത വസ്ത്രമോ ധരിച്ച് അതാത് ദേവന്റെ നാമോച്ചാരണത്തോടെ ക്ഷേത്ര ഗോപുരത്തിൽ എത്തുന്ന ഭക്തൻ ദേവന്റെ പാദമായ ഗോപുരത്തെ വന്ദിച്ച് ഉള്ളിൽ കടക്കണം. വലിയ ബലിക്കല്ലിന്റെ അടുത്തെത്തിയ ശേഷം ദേവനെ സ്മരിച്ച് തൊഴുത് ദേവനെ വലത്താക്കിക്കൊണ്ട് നാലമ്പലത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയിൽ കൂടി പ്രദക്ഷിണം വെക്കണം. ഈ അവസരത്തിൽ പ്രധാന ദേവന് പുറത്തുകൂടി ചെയ്യുന്ന പ്രദക്ഷിണത്തിന്റെ 3 ഇരട്ടി ഫലം കിട്ടുന്നതാണ്. ചുറ്റമ്പലത്തിന് പുറത്തൂടെ വലം വെച്ച ശേഷം ബലിക്കല്ലിന്റെ ഇടതുവശത്ത് വന്ന് തൊഴുതു വേണം നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ. ക്ഷേത്രത്തിനകത്തേക്ക് കയറി ഭഗവാന്റെ വാഹനത്തെ വണങ്ങിയ ശേഷം ഭഗവാനെ തൊഴുക. ഭഗവാനെ കാണാനുള്ള അനുമതി തേടുക എന്ന സങ്കല്പത്തിലാണ് ഭഗവാന്റെ വാഹനത്തെ തൊഴുന്നത്. പ്രദക്ഷിണത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത 4 അംഗങ്ങളുണ്ട്. ഓരോ കാലടി ചേർത്ത് വെച്ച് നീളം അളക്കുന്ന മാതിരി നടക്കുക. കൈകൾ ചലിപ്പിക്കാതെ ഒരു താമരമൊട്ടു പോലെ മാറോട് ചേർത്ത് വെച്ച് തൊഴുക. വാക്കുകൾ കൊണ്ട് ദേവനാമം ഉച്ചരിച്ചു കൊണ്ടിരിക്കുക. ഹൃദയത്തിൽ ദേവനെ ധ്യാനിക്കുക എന്നിവയാണ് ഈ 4 അംഗങ്ങൾ. പ്രദക്ഷിണ വേളയിലെല്ലാം ദേവൻ നമ്മുടെ വലതുവശത്തായിരിക്കും. നാം ജന്മാന്തരങ്ങളിലായി ചെയ്തു പോന്നിട്ടുള്ള എല്ലാ പാപങ്ങളും പ്രദക്ഷിണത്തിന്റെ ഓരോ കാലടി വയ്ക്കുമ്പോഴും നശിച്ചുകൊണ്ടിരിക്കും. പ്രദക്ഷിണം കഴിഞ്ഞ് നടയിൽ വന്ന് കൈകൾ കൂപ്പി തൊഴണം. നടയ്ക്ക് നേരെ നിൽക്കാതെ ഇടതോ വലതോ ചേർന്ന് ഏതാണ്ട് 30 ഡിഗ്രി ചരിഞ്ഞു നിന്നാണ് തൊഴേണ്ടത്. ക്ഷേത്ര പ്രദക്ഷിണ കണക്ക് 21 പ്രദക്ഷിണമാണ് ഏറ്റവും ഉത്തമം. എന്നാൽ 3 പ്രദക്ഷിണവും നല്ലതാണ്. ഗണപതി ഒഴികെയുള്ള ദേവീദേവന്മാർക്ക് ഒറ്റ പ്രദക്ഷിണം പാടില്ല എന്നാണ് പറയുന്നത്. രാവിലെ പ്രദക്ഷിണം വെച്ചാൽ രോഗശമനവും, ഉച്ചയ്ക്ക് അഭീഷ്ടസിദ്ധിയും, സന്ധ്യയ്ക്ക് പാപപരിഹാരവും, രാത്രി മോക്ഷവുമാണ് ഫലം. എല്ലാ ദേവീദേവന്മാർക്കും പൊതുവെ 3 പ്രദക്ഷിണമാകാം. ആദ്യത്തെ പ്രദക്ഷിണം പാപമോചനവും, രണ്ടാമത്തെ പ്രദക്ഷിണം ദേവദർശന അനുമതിയും, 3ാമത്തെ പ്രദക്ഷിണം ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു. ഗണപതിക്ക് ഒറ്റ പ്രദക്ഷിണം, സൂര്യന് 2 പ്രദക്ഷിണം, ദേവിമാർക്ക് 3, 5, 7 പ്രദക്ഷിണം. ചില ക്ഷേത്രങ്ങളിൽ 4ഉം അത് പറയപ്പെടുന്നുണ്ട്. ദുർഗാ ഭഗവതിക്ക് 7 പ്രദക്ഷിണം, മഹാവിഷ്ണു, ശ്രീരാമൻ, കൃഷ്ണൻ, ധന്വന്തിരി എന്നിവർക്ക് 4 പ്രദക്ഷിണം, ഹനുമാൻ, നാഗരാജാവ് എന്നിവർക്ക് 3 പ്രദക്ഷിണം, ശാസ്താവിന് 5 പ്രദക്ഷിണം, സുബ്രഹ്മണ്യ സ്വാമിക്ക് 6 പ്രദക്ഷിണം, മഹാദേവന് 3 പ്രദക്ഷിണം. എന്നാൽ ശിവക്ഷേത്രത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഓവ് മുറിച്ച് കടക്കാതെ പുറകോട്ട് വന്ന് പ്രദക്ഷിണമായി ഓവിന്റെ മറുവശത്ത് വന്ന് വീണ്ടും പ്രദക്ഷിണമായി പ്രദക്ഷിണം ചെയ്താണ് ശിവപ്രദക്ഷിണ രീതി. ശിവചൈതന്യത്തെ മുറിച്ചു കടക്കാൻ പാടില്ല എന്നാണ് ആചാരം. ഈ ആചാരം നിലവിലില്ലാത്ത ശിവക്ഷേത്രങ്ങളുമുണ്ട്. വൃക്ഷരാജന് അരയാൽ മരത്തിന് 7 പ്രദക്ഷിണം. ആൽമരം പ്രദക്ഷിണം വെക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രം ഇതാണ്: മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപായ, അഗ്രതോ ശിവരൂപായ, വൃക്ഷരാജായതേ നമഃ. അതായത് മൂലസ്ഥാനത്തിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനും വസിക്കുന്ന വൃക്ഷരാജാവായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അർത്ഥം. നവഗ്രഹത്തിൽ സൂര്യൻ 1 എന്ന കണക്കിൽ 9 ഗ്രഹങ്ങൾക്കും കൂടി 9 പ്രദക്ഷിണം. പ്രദക്ഷിണം വെക്കുമ്പോൾ ബലിക്കല്ലുകളിൽ സ്പർശിക്കാൻ പാടില്ലെന്നതാണ് ആദ്യ കാര്യം. ബലിക്കല്ല് എപ്പോഴും പ്രദക്ഷിണം വെക്കുന്ന വ്യക്തിയുടെ വലതുഭാഗത്തായിരിക്കണം. ശ്രീകോവിലിന്റെ നടയിലും ബലിക്കല്ലുകളിലും തൊട്ടുതൊഴുക, കർപ്പൂരം കത്തിക്കുക എന്നിവയൊന്നും പാടില്ല. അബദ്ധവശാൽ ബലിക്കല്ലിൽ തട്ടിയാൽ തൊട്ടുതൊഴരുത്. അഭിഷേക തീർത്ഥം ഒഴുകുന്ന ഓവിൽ തൊടുകയോ തീർത്ഥം സേവിക്കുകയോ ചെയ്യാൻ പാടില്ല. പ്രദക്ഷിണ ശേഷം കൊടിമരച്ചുവട്ടിൽ പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരവും സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരവും ചെയ്യണം. സ്ത്രീകൾ ശയന പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല. ഒറ്റയടി പ്രദക്ഷിണമാണ് അഭികാമ്യം. ശ്രീകോവിലിൽ നിന്നുള്ള ദേവചൈതന്യം സർപ്പാകൃതിയിലാണ് പുറത്തേക്ക് പ്രവഹിക്കുന്നത്. അതിനാൽ നടയ്ക്ക് നേരെ നിന്ന് ഭഗവാനെ വണങ്ങാതെ
വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ മാറി നിന്ന് ഏകദേശം 30 ഡിഗ്രി ചരിഞ്ഞു വേണം ഭഗവാനെ തൊഴാൻ. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനവും മറ്റ് പ്രസാദങ്ങളും അവിടെ തന്നെ ഉപേക്ഷിക്കരുത്. തൊഴുതു പുറത്തിറങ്ങിയ ശേഷം വേണം ചന്ദനം തൊടുന്നതും മറ്റ് പ്രസാദങ്ങൾ സേവിക്കുന്നതും. ഇതൊക്കെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വയ്ക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.